ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിമിത്തം പോലെയാണ് ഞാനിവിടെ എത്തിയത്. കാരണം ചികിത്സ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടുണ്ട് ജീവിതത്തിൽ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒഴിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നതന്നെ ആദ്യമാണ്. പിന്നെ ഓടിച്ചെന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നു, വേദന സാർ അവിടെ വേദന ഇവിടെ വേദന, കുറച്ച് ഗുളിക തരുന്നു, അത് 3 ദിവസം 4 ദിവസം കഴിക്കുന്നു. അത് ചിലപ്പോൾ താൽക്കാലികമായിട്ടാണ്. ഇതിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യർ പേഷ്യൻ്റ് എന്നുള്ള രൂപത്തിലുള്ള അല്ല. ഭയങ്കര ഫ്രണ്ട്ലി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഏട്ടൻ അല്ലെങ്കിൽ അനിയന്മാർ അവർ ചെയ്യുന്നത് 100% എനിക്ക് അങ്ങേയറ്റം എന്ത് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കൈ തീരെ എന്ത് ചെയ്താലും ഇങ്ങനെ ഞാൻ തന്നെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ കൈ 100% തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നുമില്ല, ഒരു എന്നെ ഒഴിഞ്ഞിരുന്നത് കൂടുതൽ ലാലു തന്നെയാണ്. ലാലുവിനെ സംബന്ധിച്ചോളം നല്ലൊരു ഏട്ടനെ എങ്ങനെയൊക്കെ ചികിത്സിക്കാമോ അല്ലെങ്കിൽ ഏത് രൂപത്തിലൊക്കെ അയാളുടെ മനസ്സിൻ്റെ, അതാണ് എനിക്ക് തോന്നുന്നത്. തമാശ പറയുകയാണെങ്കിൽ തമാശയ്ക്ക് കൂടെ ഇനി പാട്ട് കേൾപ്പിച്ചിട്ടുള്ള വേദന മാറ്റിയിട്ടുള്ള ചികിത്സ, അത് ചവിട്ടി വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ കൈ പിടിച്ച് വേദന, ഇപ്പോൾ വേദന അറിയാതിരിക്കാൻ പാട്ടിട്ടിട്ട് ആ പാട്ട് അറിയോ ഈ പാട്ട് അറിയോ അല്ലെങ്കിൽ ആ കഥ അറിയോ ഈ കഥ, അങ്ങനെ നമ്മൾ മനസ്സിന് മറ്റൊരു തരത്തിലേക്ക് തന്നെ എത്തിച്ച് ട്രീറ്റ്മെൻ്റ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര ഡീപ്പായിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ കയറി പറ്റിപ്പോയി ആൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുത്തെ ഒരു എന്താ പറയുക ഫാമിലി മെമ്പറായി തന്നെ മാറി ഇത് ഇനി മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഇനി എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ധർമ്മം എന്ന് പറയാം. കാരണം വെച്ചാൽ എന്നെ ഇവിടെ എത്തിച്ചത് ജ്യോതിയേട്ടനാണ്. ഇപ്പോൾ എനിക്ക് എന്താ പറയുക മറ്റു ക്ഷീണങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എക്സസൈസിനെ പറ്റി പറയണ്ട. ഇത് ഞാൻ ഒരു വർഷത്തിന് ശരിക്കും പറഞ്ഞാൽ ജിമ്മിൽ പൈസ കെട്ടിച്ചിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടേക്ക് വരുന്നത്. ആ സമയത്ത് നിങ്ങൾ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അങ്ങനെയാണ് പറയുന്നത്. കാരണം അവിടെ വേദന ഉണ്ട് ഇവിടെ വേദന ഉണ്ട്, അപ്പോൾ അത് ചെയ്യണ്ട, അരുത് എന്നുള്ള, ഇവിടെ അരുത് എന്നുള്ളൊരു ഓപ്ഷൻ അല്ല ഉള്ളത്. ഇവിടെ എന്താണ് അരുതാത്തത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈ മടക്ക് മുന്തിക്ക് അങ്ങനെ എന്താ പറയുക അത് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. എന്താണ് പറ്റാത്തതെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി തരുന്നത്. കാരണം മനസ്സിനും തരികയാണ് ഒരു കോൺഫിഡൻറ്റ് എന്തായാലും ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്. അത് 100%, സംശയമില്ല.